എന്താ രാജു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മേഡം. എന്നാലും രാജു മദ്യപിക്കുന്ന ആളാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്റെ പൊന്ന് ഋതിക മേഡം, എന്റെ അവസ്ഥ ഇങ്ങനെ ചൂഷണം ചെയ്യല്ലേ. ഞാൻ മദ്യപിക്കൊന്നുമില്ല. എനിക്കറിയില്ല ഇന്നലെ എന്താ സംഭവിച്ചതെന്ന്. കൊല്ലാനായിട്ട് എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ഋതിക മേഡം ഇറങ്ങിയ എന്ത് പണിയാ അവൻ കാണിച്ച? നല്ല രണ്ട് വർത്തമാനം പറഞ്ഞാലേ ശരിയാവും. രാജു, പുറത്തൊക്കെ എന്താ ഒരു ചൂടല്ലേ. നീയോ? അതെ, ഞാൻ തന്നെ. നീ എന്ത് പണിയായി കാണിച്ച? ഞാൻ ഋതിക മേഡം ബൈക്കിൽ നിന്ന് വീണനെ. അതിന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ മര്യാദക്കല്ലേ കാർ ഓടിച്ചേ. നീ നോക്കി ബൈക്ക് ഓടിക്കണായിരുന്നു. മേലോട്ട് നോക്കി കൊഞ്ചിക്കൊഴഞ്ഞ ബൈക്ക് ഓടിച്ചിട്ട് നീ എന്നെ കുറ്റം പറയുന്നു. ദീപകെ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നീ മദ്യപിച്ചിട്ടുണ്ടോ രാജു? നിന്റെ നാക്കുഴിയുന്നുണ്ടല്ലോ. നീ തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ. നിനക്കേ ഇന്നലെ അടിച്ചതിന്റെ കെട്ടുവിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതാ നീ ഇങ്ങനെ പിച്ചും പേയൊക്കെ പറയുന്നു. നല്ലൊരു ഗ്ലാസ് തണുത്ത മോരുവെള്ളം വാങ്ങിച്ച് കുടിക്കേ, കെട്ടുവിടും. ദീപകെ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ശരി, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാം. അവര് വരട്ടെ. ഞാൻ നിന്റെ ബൈക്കില് എന്റെ കാറുകൊണ്ട് ഇടിച്ചിടാൻ തുടങ്ങിയ നീ അവരോട് പറയും. നീ മദ്യപിച്ചാണ് ബൈക്ക് ഓടിച്ചെന്ന് ഞാനും അവരോട് പറയാം. അവരുടെ കയ്യിൽ മെഷീൻ ഉണ്ടല്ലോ, അതിലൂതിയ നീ ഇന്നലെ അടിച്ച ബ്രാൻഡിന്റെ പവറില് മെഷീൻ ശബ്ദം ഉണ്ടാക്കും. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് നിന്നെ അവര് പിടിച്ചോണ്ട് പോയി കേസും ചാർജ് ചെയ്യും. ഞാൻ മനഃപൂർവ്വം നിന്നെ കാറുകൊണ്ട് ഇടിക്കാൻ നോക്കിയതാ. നീ പോലീസിനെ വിളിയടാ, വിളിക്കേ. എന്താ വിളിക്കുന്നില്ലേ? അച്ചോടാ, ഓ പേടിച്ചു പോയോ? സാരമില്ല, ചേട്ടൻ പോലീസിനെ വിളിക്കില്ല കേട്ടോ. എന്നാ ചേട്ടൻ പോട്ടെ. ഋതിക മേഡം ഇവിടെ. ഋതിക മേഡം, ഋതിക മേഡം. സ്വിച്ച് ഓഫ്. ദീപക്, അവൻ എന്തിനാ ഞങ്ങളെ ഫോളോ ചെയ്തു വന്നേ? ഇനി അവൻ ഋതിക മേഡത്തെ കിഡ്നാപ്പ് ചെയ്ത് കാണോ? ഈശ്വര, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ അവര് നമുക്ക് വേണ്ടി? ഇല്ലല്ലോ. ചെയ്തതൊക്കെ നമുക്കെതിരും. അതൊക്കെ മറന്നിട്ട് ഇനിയും കേറി ചെല്ലണമെന്നാണോ നീ പറയുന്നത്? നീ നിന്റെ പണി നോക്ക് രമ്യേ. അമ്മേ, കഴിഞ്ഞതൊക്കെ മറന്ന് ഒട്ടിച്ചേരണമെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കറിയാം അവര് നമുക്ക് ക്യാഷ് തരാനുണ്ട്. അതിനു പകരമായിട്ട് നമ്മൾ സ്വർണവും മേടിച്ചു വെച്ചിട്ടുണ്ട്. അവര് നമുക്ക് ഇറക്കി വിടുകയും ചെയ്യാം. പക്ഷേ ഒരു മാനുഷിക പരിഗണന എന്നൊരു കാര്യമുണ്ടമ്മേ. ഒന്നുമില്ലെങ്കിലും ഇത്ര അടുത്ത് ഒരുപാട് നാള് താമസിച്ചതല്ലേ, എന്നും കണ്ടിരുന്നവരുമല്ലേ. വേണുവെങ്കിലിനെ ഞാൻ അച്ഛന്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ. അതൊരു പാവം മനുഷ്യനാ. ആ ആൾക്ക് സുഖമില്ലാതിരിക്കുമ്പോ ഒന്ന് പോയി കാണാന്ന് പറഞ്ഞ അതൊരു മര്യാദയാ. അങ്ങനെ നമ്മൾ പോയി കണ്ടുന്ന് ആരെങ്കിലും കേട്ടാ പോലും നമ്മളെ കുറിച്ച് ആൾക്കാര് നല്ലത് മാത്രമേ പറയൂ. ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അയാൾക്കൊരു അസുഖം ഉണ്ടായപ്പോ ഓടിച്ചെന്നൂന്ന് ആൾക്കാര് നമ്മളെ കുറിച്ച് പറയും. അത് മാത്രമല്ലമ്മേ, അങ്കിളിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് അയ്യോ ഒന്ന് പോയി കാണേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരിതപിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് പോണം അമ്മേ, പ്ലീസ്. നീ ഇങ്ങനെ നന്മയും പറഞ്ഞോണ്ട് നടന്നോ? നീ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ടാ ഈ അവസ്ഥയിലായത്. അമ്മേ, അമ്മ കൂടുതലൊന്നും പറയണ്ട. അമ്മ വന്നേ പറ്റൂ. നമുക്ക് പോയേ പറ്റൂ. ഈ ഒരു പ്രാവശ്യം എനിക്ക് വേണ്ടി അമ്മ സമ്മതിക്കണം, പ്ലീസ്. ശരി, വാ അമ്മേ. ജിമ്മി, വാ. രാധമ്മേ. ആ രമ്യ മോളെ, വേണുവെങ്കിൽ എങ്ങനെയുണ്ട്? കുറവുണ്ട് മോളെ.
ഗുളിക കഴിച്ചിട്ട് ഉറങ്ങാ. എങ്കിൽ പോയിട്ട് പിന്നെ വരാം, നീ വാ. അമ്മേ, ഇതെന്ത് പരിപാടിയാ? എന്തെങ്കിലുമൊക്കെ ചോദിക്കേ, അതല്ലേ എന്റെ ഒരു മര്യാദ. ഡോക്ടർ എന്ത് പറഞ്ഞു? ആവശ്യമില്ലാതെ ഒരുപാട് ടെൻഷൻ അടിച്ചതിന്റെ ആവുമെന്നാ പറഞ്ഞത്. വേണുവേട്ടനെ കുറച്ചു ദിവസമായിട്ട് നല്ല ഉറക്കം പോലും ഇല്ലായിരുന്നു. ആയ കാലത്തെ വല്ലതും ഒക്കെ ഉണ്ടാക്കി വെക്കാതെ നാട്ടുകാരെ നന്നാക്കാൻ നടന്നപ്പോ ഓർക്കണമായിരുന്നു. നാട് മുഴുവൻ കടമേടിച്ചു കൂട്ടുമ്പോ അത് തിരിച്ചു കൊടുക്കാനുള്ള വഴിയും കൂടെ മുന്നിൽ കണ്ടിട്ടേ ഇതിനൊക്കെ നിക്കാവൂ. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഇതല്ല ഇതിന്റെ അപ്പുറം ഉണ്ടാവും. അമ്മേ, വേണോങ്ങള് വയ്യാതെ കിടക്കുമ്പോഴും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയാണോ? ഓ, എനിക്ക് ഞാൻ പറഞ്ഞാലേ ഒരു തെറ്റും തോന്നില്ല. എന്റെ ദൈവമേ, ഏത് നേരത്താണോ എനിക്ക് അമ്മേനെ വിളിച്ചോണ്ട് വരാൻ തോന്നിയത്? നീ നിന്റെ അച്ഛനെ കാണാൻ നിന്റെ വീട്ടുകാര് വാടക കൊടുക്കുന്ന വീടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ നിൽക്കുന്ന സ്ത്രീ നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥയാണെന്ന് മാത്രം വിചാരിച്ചാ മതി. നീ വാ.